തീർപ്പ് രണ്ടാം ശനി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആത്മീയ അന്ധത. ജന്മനാ അന്ധനായ ഒരുവനെ സൗഖ്യപ്പെടുത്തുന്നതിനെ തുടർന്നുണ്ടായ കുറേയേറെ വിവാദങ്ങളുടെ അവസാന ഭാഗമാണ് നാം ഇന്ന് വായിച്ചു ധ്യാനിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകുന്നതിനു വേണ്ടിയാണ് ഇവൻ അന്ധനായി ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവനെ സൗഖ്യപ്പെടുന്നത്. ഈശോ എന്നു പേരുള്ളവൻ, ദൈവത്തിൽ നിന്നുള്ളവൻ, മനുഷ്യപുത്രൻ എന്നൊക്കെയുള്ള അവബോധനത്തിലേക്ക് അവൻ വളർന്നതും അത് ലോകത്തോട് വിളിച്ചു പറയുന്നതും നാം കാണുന്നുണ്ടല്ലോ. പക്ഷേ കാഴ്ചയുണ്ടെന്ന് അഹങ്കരിച്ചവർ ആത്മീയ അന്ധത ബാധിച്ചവരായി തീരുകയും ചെയ്തു. കാരണം വിശ്വാസ അഹങ്കാരം ബാധിച്ചവരായിരുന്നു അവർ. സരള ഹൃദയർക്കും പരമാർത്ഥ ഹൃദയമുള്ളവർക്കുമാണ് അവൻ സമീപസ്ഥനായിരിക്കുന്നത്. ഒരുവന്റെ കാഴ്ചപ്പാടുകളാണ് കാഴ്ചയുടെ അടിസ്ഥാനം. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അത് ദുഷ്ടതാണെങ്കിലോ എല്ലാം ഇരുണ്ടുപോകും. ആത്മീയ പ്രകാശം ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ കാഴ്ച അനുഭവം മനുഷ്യനുണ്ടാകുക. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ പ്രപഞ്ച കാഴ്ചയിൽ അവസാനിക്കും. ആത്മീയ പ്രകാശം ലഭിക്കുമ്പോൾ ദിവ്യാനുഭൂതി വിശേഷണങ്ങളാൽ നമ്മുടെ ഹൃദയം ആനന്ദപൂരിതമാകും.